അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പിറുസത്തു ചങ്ങായിമാർ, പരിശുദ്ധമായ റജബ് ഇരിയത്തേലെ ശ്രേഷ്ഠമായ മിഅ്റാജ് ജാവായിട്ടിക്കിടയുണ്ട്. ഈ ഒരു ജാവ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ കണ്ട് ചില അദ്ഭുതങ്ങളായിട്ട് കിടിച്ചുള്ള നിങ്ങൾക്ക് എല്ലാവരും കൊണ്ടുണ്ടോ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ മക്കത്തുള്ള അമ്മായി ഉമ്മുഹാനിയെ റളിയല്ലാഹു അൻഹ ഔത്തുൽ കിടന്നുറങ്ങിയിട്ടിക്കുമ്പോയിട്ടിക്കിടെ റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വണ്ടത് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കണ ബറു നബി എനിക്കൊരു ഞങ്ങളൊരു യാത്ര പോവാ. ലോകത്തിൽ ഒരാളും പോവാത്ത എനിക്കെത്തൊരു യാത്ര, ഒരാളും കിട്ടാത്ത എനിക്കെത്തൊരു സൗഭാഗ്യം. അങ്ങനത്തെ ഒരു യാത്രയ്ക്ക് നിങ്ങൾ റെഡിയാവാറുണ്ട്. റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് വിളിക്കണേ. ആ ഒരു ടൈമും ചൊല്ലിയത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ വലിയ ബേജാറുള്ള എനിക്കെത്തൊരു ടൈം. ആ ഒരു വർഷത്തേക്ക് ആമുൽ ഹുസ്നുണ്ടായിട്ടിക്കടെ ബേജാറിൻ്റെ വർഷമായിട്ടായിട്ട് അറിയപ്പെട്ടത്. കാണുന്നതെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിറുസത്തെ പെഞ്ഞായി എല്ലാമായിട്ട് നിമിത്തങ്ങ വലിയ സപ്പോർട്ടായിട്ട് ഇന്ന് എനിക്കത്തെ ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹ വഫാത്തായ ഒരു ടൈമോ, നബിത്തങ്ങ എല്ലാമായിട്ട് ഇന്ന് മൂത്തവ അബൂ ത്വാലിബ് വഫാത്തായ ടൈമോ, ഖുറൈശിങ്ങളെ ഉപദ്ര നാല് പോയ പോലെ ആറായിട്ടുള്ള എനിക്കെത്തൊരു ടൈമോ, ഒരു സഹായത്തുക വേണമായിട്ട് തായിഫിലുള്ള ഉമ്മയുടെ ഫാമിലിയിലെ മുട്ട പോയിട്ടൊന്ന് സഹായ കിട്ടുവാണ് തിരിച്ചു പോകുമ്പോഴത്തേക്കോ അങ്ങ് മക്കളെയും പിറാന്തന്മാരെ സഫായി നിപ്പാട്ടിട്ട് കല്ലെറിഞ്ഞിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിറാന്താൻ വിളിച്ചിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലിയ ബേജാറ് കൊടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയ ദുഃഖമുണ്ടായ എനിക്കത്തെ ഈ ഒരു ടൈമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് സമാധാനാക്കോ വേണമായിട്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖുഷിയാക്കോ വേണമായിട്ട് പടച്ച റബ്ബ് കൊടുത്ത് ആ ഒരു വലിയ സൗഭാഗ്യമായിട്ടിക്കടെ വലിയൊരു സൗഭാഗ്യത്തുമില്ല എനിക്കത്തൊരു യാത്രയായിട്ടിക്കടെ ഈ ഒരു ഇസ്റാ മിഅ്റാജും ചൊല്ലത് റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ബുറാഖും ചൊല്ലി എനിക്കത്തെ വാഹനത്തെ പിടിച്ചിട്ടായിട്ടിക്കടെ പണിത്. ബുറാഖ് ഇത് സാധാരണമായിട്ടുള്ള എനിക്കത്തൊരു വാഹനമല്ല, ദാബത്തുൻ അബിയൽ നല്ല വെളുത്തൊരു മൃഗമായിട്ടിക്കടെ കത്തരക്കാലം ഹൈറ്റുള്ള എനിക്കത്തെ ബറക്ക് മിന്നിട്ടായിട്ടിക്കടെ അർത്ഥ മിന്നിടക്കാലും സ്പീഡിൽ പോകണ എനിക്കത്തെ അതിലെ കണ്ണ് എത്ര ദൂരത്തേക്ക് എത്ര ആ ദൂരത്തേക്കായിട്ടിക്കടെ അതിലെ ഓരോ സ്റ്റെപ്പ് അത്രമാത്രം ഫാസ്റ്റിൽ പോകണ എനിക്കത്തെ ആ ബുറാഖും ചൊല്ലിയ വാഹനവുമായിട്ടായിട്ടിക്കടെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുത്തുനബി തങ്ങളെ മുട്ടമണ്ടത്. നബി തങ്ങളെ വിളിച്ചുകൊണ്ടു അതാ മസ്ജിദുൽ ഹറാം കഅബത്തെ മുട്ട പോയിട്ട് തവാഫാക്കിയിട്ട് അവിടുത്തെ ആയിട്ടിക്കടെ നേരെ പോകേണ്ടത് മസ്ജിദുൽ അഖ്സ, ശ്രേഷ്ഠമായിട്ടുള്ള മസ്ജിദുൽ അഖ്സ. ഏകദേശം 1450 കിലോമീറ്റർ മക്കത്തെ മസ്ജിദുൽ അഖ്സ ബൈത്തുൽ മുഖദ്ദസുല്ലേ മസ്ജിദുൽ അഖ്സ കൊണ്ട് ചെറിയ ഒരു ടൈമിലായിട്ടിക്കടെ പോകേണ്ടത്. ഇത് അദ്ഭുതമായിട്ടുള്ള ഒരു യാത്രയായിട്ടിക്കടെ, ഇത് കിണാവല്ല. അതുകൊണ്ടായിട്ട് ഖുർആൻ ഇതിനെ വ്യക്തമായിട്ട് ചൊന്നത് സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ. അല്ലാഹു ഇത്ര പരിശുദ്ധനായിട്ടിക്കട മസ്ജിദുൽ ഹറാമിൽ നിന്നിട്ട് മസ്ജിദുൽ അഖ്സക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു പ്രയാണ ജാവുകോ വിളിച്ചുപോയ എനിക്കത്തെ റബ്ബ് എത്ര പരിശുദ്ധനായിട്ടിക്കട ഖുർആൻ ചൊല്ലുക. അതുകൊണ്ട് അത് കിനാവല്ലാണ്. അതുകൊണ്ടായിട്ടിക്കട ഇത്ര അദ്ഭുതമായിട്ട് ഖുർആൻ അതിൻ്റെ വിഷയത്തിൽ കാരണം കിനാവുണ്ടായെങ്കിൽ അത്ര അദ്ഭുതമാക്കൊണ്ടില്ല. ആ ഒരു വിഷയം യാഥാർത്ഥ്യമായിട്ട് നബിത്തങ്ങളെ റൂഹും ശരീരവും ചേർന്നിട്ടുള്ള എനിക്കത്തെ ഒരു യാത്രയായിട്ടിക്കടെ ഇസ്റാ മിഅ്റാജുള്ളത് അത് ഖുർആൻ വ്യക്തമായിട്ട് നമുക്ക് പഠിപ്പാട്ടി കിടക്കത്തൊരു വിഷയമായിട്ട്. എന്തുകൊണ്ടായിട്ടിക്കടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ബൈത്തുൽ മുഖദ്ദസ് മസ്ജിദുൽ അഖ്സക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചു പോകാണ് അല്ലദീ ബാറക്നാ ഹൗലഹു. അതിൻ്റെ ചുറ്റുഭാഗത്തിൽ പഠിച്ചോണ്ട് വലിയ ബറക്കത്ത് വെച്ചിറാണ്ടായിട്ട് കാണാൻ ചൊമ്മ നബിമാർ വന്ന് എനിക്കത്തൊരു ജാഗ ചൊമ്മ നബിമാർ അതിൻ്റെ ചുറ്റുഭാഗത്തിൽ കിടന്നിട്ടുള്ള എനിക്കത്തൊരു പ്ലേസ് ആയിട്ടിക്കടെ. അതുകൊണ്ടായിട്ടിക്കടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ ഒരു മസ്ജിദുൽ അഖ്സക്ക് വിളിച്ചു പോകല് കാണാൻ ചൊല്ലുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ മസ്ജിദുൽ ഹറാമിൽ നിന്നിട്ട് ഈ മസ്ജിദുൽ അഖ്സക്ക് പോകേണ്ട മധ്യത്തിൽ ചൊമ്മ അദ്ഭുതങ്ങൾ കാണ്ട് ഒരു ജാഗി എത്തുമ്പോൾ റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചൊല്ലു നബിയെ ഇവിടെ നിങ്ങൾ ഇളിയൊരു ജണ്ടറൊക്കെ നിസ്കരിക്കറു എന്തിനായിട്ടിക്കടെ ഇവിടുത്തെ വിഷയമാണ് കേൾക്കുമ്പോൾ ഇത് കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് അല്ലാഹു തആല തൗറാത്ത് കൊടുത്ത എനിക്കെത്തൊരു ജാഗയായിട്ടിക്കടെ ആ ജാഗയിൽ നബിത്തങ്ങ ഇലിയുടെ ജണ്ടറൊക്കെ നിസ്കരിക്കടെ കൊറിയ അപ്പുറം പോകുമ്പോൾ അവിടെയും ചൊല്ലു ഇവിടെ ഇലിയോറോ നിസ്കരിക്കറോ എന്തിനായിട്ടിക്കടെ ഇവിടുത്തെ പ്രത്യേകത കേൾക്കുമ്പോൾ ഇത് റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനിച്ച എനിക്കെത്തൊരു ജാഗയായിട്ടിക്കടെ. മാത്രമല്ല ഇതിൻ്റെ മധ്യത്തിൽ ചൊമ്മ അദ്ഭുതങ്ങ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ കണ്ടിട്ടായിട്ടിക്കടെ. ഒരു ജാഗി എത്തുമ്പോൾ അതാ ചില മനുഷ്യന്മാർ അങ്ങ് കൃഷിയാക്കിയിട്ട് അതിൻ്റെ ഫലം അപ്പമേ കിട്ടിയോണ്ടുണ്ട്. നബി തങ്ങ അദ്ഭുതത്തിൽ കേൾക്കണി ഇതെങ്ങനെയായിട്ടിക്കടെ, ഇത് ആരായിട്ടിക്കടെ ആൽമാർ, ഇത് ഷഹീദായ എനിക്ക് താൽമാറായിട്ട് അങ്ങ് ഷഹീദ്
ഷഹീദാവലോടുകൂടെ അങ്ങ് പഠിച്ചോ സ്വർഗ കൊടുക്കൂടാണ്ടായിരിക്കണേ. ചെറു ജാഗി എത്തുമ്പോൾ ചില മനുഷ്യന്മാർ വലിയ കല്ലെടുത്തിട്ട് അങ്ങനെ തലയുടെ അങ്ങമേ പൊട്ടുപാറ്റിയോണ്ടുള്ള തലയുടെ അങ്ങ് കുത്തിട്ട് പൊട്ടുപാറ്റിയോ ആരായിട്ടിക്കിടാർ ഇത് പടച്ചറബുക്ക് സുജൂദ് ചെയ്യാത്ത നിസ്കരിക്കാത്ത ആൽമാറായിട്ടിക്കിടാർ. അതേപോലെ സക്കാത്ത് കൊടുക്കാത്തങ്ങനെ ശിക്ഷ, ബഡ്ഡി എടുക്കണമെങ്കിലെ ശിക്ഷ, അതേപോലെ വ്യഭിചാറാക്കണമെങ്കിലെ ശിക്ഷ, ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഈ ഒരു യാത്രയിൽ കാണുകയുണ്ടായിട്ടിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ മസ്ജിദുൽ അഖ്സക്ക് എത്തുമ്പോൾ 1,24,000 നബിമാർ അവിടെ സ്വാഗതാഗോപനായിട്ട് നിന്നതാർ. കുല്ലു യുറഹിബു ളാഹികം വബസീമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ സ്വാഗതാക്കടാർ. ഈ 1,24,000 നബിമാർക്ക് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഇമാമായിട്ട് നിസ്കരിക്കുന്നുണ്ടായിട്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഇമാമുൽ അംബിയ, അംബിയാക്കലെ ഇമാമായിട്ടിക്കട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ആ മസ്ജിദുൽ അഖ്സല് ഇമാമായിട്ട് നിസ്കരിച്ചിട്ട് അവിടുത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ അദ്ഭുതങ്ങൾ കാണ്ട് നാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നാക്കണ്ട യുസല്ലി ഖായിമൻ ഫീ. നബി സല്ലല്ലാഹു അലൈഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖബറിൽ നിന്റെ നിസ്കരിക്കരുതെന്നാണ് കണ്ടാണ്ട് ഹബീബായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൂട്. അതേപോലെ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സിയാറത്താക്കൾ ഒരു ജാഗി എത്തുമ്പോൾ ഒരു ഖബറിൽ ഭയങ്കരമായിട്ടുള്ളേ ആ ഒരു സുഗന്ധം ഇങ്ങനെ അടിച്ചു വീശിക്കൊണ്ടുണ്ട്. നബി തങ്ങയുടെ ആരെ ഖബറായിട്ടിക്കടെ ഇത് ഫിർഔന്റെ ഔത്തുൽ സ്വർത്തകിന്ന എനിക്കത്തെ മാഷിതാബിയുടെ ആ ഖബറായിട്ടിക്കടെ അടച്ചറബിൽ വിശ്വസിച്ച് കാണാൻ കൊണ്ടിട്ട് ക്രൂരമായിട്ട് ഫിർഔനെ കൊന്നകണിക്കത്തെ മാഷിത്ത അല്ലേ. ഫിർഔന്റെ ഔത്തുലു സ്വർത്തകിന്ന എനിക്കത്തെ ഒരു നാല് ഫിർഔന്റെ മോലെ തലമാരിയോണ്ടിരിക്കുമ്പോഴത്തേക്കോ ആ ചീപ്പ് കീഴ് പോന്നിട്ടാകുമ്പോൾ ആ ചീപ്പ് എടുക്കുമ്പോൾ ബിസ്മില്ലാ ചൊന്നിട്ടോ ഈ മാഷിത്താബി ആ ചീപ്പ് പറക്കിയെടുക്കുമ്പോഴത്തേക്കോ ഈ മോല് കേക്കിടാൽ നൻ്റെ ബാപ്പല്ലേ നിങ്ങൾ എല്ലാവരും റബ്ബ് പഠിച്ചോണ്ട് നൻ്റെ ബാപ്പല്ലേ നിങ്ങൾ നൻ്റെ ബാപ്പല്ലാത്ത വേറെ പഠിച്ചോ നിങ്ങൾക്കുണ്ടാ നൻ്റെ ബാപ്പല്ലാത്ത വേറെ ദൈവം നിങ്ങൾക്കുണ്ടാണ് കേൾക്കുമ്പോഴത്തേക്കോ ആ ഉമ്മ ചൊല്ലുക റബ്ബി വറബ്ബു അബീഖ് അല്ലാ നൻ്റെയും നിൻ്റെ ബാപ്പയുടെ റബ്ബും അത് അള്ളാഹുവായിട്ടിക്കട പഠിച്ചോണായിട്ടിക്കടാണ്ട് ഈ ഉമ്മ ചൊല്ലുമ്പോഴത്തേക്കോ ഈ ഒരു വിഷയം ഫിർഔന്റെ കാതുക പോളൂ. ഫിർഔന് മാസത്തിൽ വിളിച്ചിട്ട് ചൊന്നു നോക്കണോ ദാ നാണായിട്ടിക്കട നൻ്റെ നാണല്ലാത്ത വേറെ റബ്ബിൽ നിങ്ങൾ വിശ്വസിക്കോ തീരാൻ ചൊല്ലുമ്പോൾ ആ ഉമ്മ ചൊല്ലേ ഇല്ല അള്ളാഹു അഹദ് അള്ളാഹുവായിട്ടിക്കട ഖാലിഖായ യജമാനനായ റബ്ബ് പഠിച്ചോണ് മാത്രമായിട്ടിക്കട ചൊല്ലുമ്പോഴത്തേക്കോ ഫിർഔന് ക്രൂരമായിട്ട് ഹിംസ കൊടുക്കട. ഓരോ മക്കളെയും ചെറിയ മക്കായിട്ടിക്കട മാഷിത്തവും മകിന്നത് ആ ഓരോ മക്കളെയും പിടിച്ചിട്ട് ക്രൂരമായിട്ട് കൊല്ലുട. ലാസ്റ്റ് ആ മുല കുടിച്ചോ ഇന്ന് എനിക്കത്തെ ചെറിയ കുഞ്ഞ് ആ കിടാവിടെ സമയത്ത് ഇങ്ങനെ കൊല്ലുക പുറത്താകുമ്പോൾ മാഷിതാവ് മനസ്സുകുറു പേടി പണ്ട് ഓരോരോ ബദലാവൻ ഇങ്ങനെ വന്ന പോലെ ആപത്തുകോ ആ കുഞ്ഞുടെ ഉമ്മ നിങ്ങളെ ഈമാനിൽ നിന്ന് അഭിപ്രായരണ്ട. നിങ്ങൾ എന്ത് ബന്ധേനെ കണ്ടെങ്കിലും നിങ്ങൾ ആ വിശ്വസിച്ച ഈമാൻ നിങ്ങളെ വിശ്വാസത്തിൽ നിന്ന് തെല്ലും അപ്പരിപ്പുറ പോയിരണ്ട. ആ കുഞ്ഞിനെയും ഫിർഔന് വിട്ടുള്ള കൊള്ള ക്രൂരമായിട്ട് കൊണ്ട ലാസ്റ്റ് മാഷിതാബിയുടെയും ക്രൂരമായിട്ട് കൊന്നെ ആ ഷഹീദായ ഇടിക്കത്തെ മാഷിത്ത ഉമ്മ റളിയല്ലാഹുവിനുടെ ആ ഒരു ഖബറായിട്ട് കിടിയിട്ട് ആ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കാട്ടിവിടെ ഇങ്ങനെ അദ്ഭുതമായിട്ട് ഇക്കട് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ഇമാമായിട്ടുള്ള നിസ്കരിച്ചോൾ പിന്നെ അവിടെ ഉള്ളെണിക്കത്തെ ഒരു ജാഗിൽ ഒരു കല്ലുടെ മേലിൽ ഈ ഒരു ബുറാക്കിടെ കെട്ടിട്ടിട്ട് ആ ഒരു ജാഗ ഇണ്ടും ഞങ്ങൾ ബൈത്തുൽ മുഖദ്ദസ് ഫലസ്തീന് പോയെന്ന് കണ്ടെങ്കിൽ ആ ഒരു ജാഗ നമുക്ക് കാണേണ്ടതായിട്ടിക്കടെ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പടച്ച റബ്ബിടെ കാണുക വേണമായിട്ട് വിളിച്ചോ പോണ്ടു. ഒന്നാം ആകാശത്തേക്ക് എത്തുമ്പോൾ അവിടുത്തെ ബായിലെ കൊട്ടുമ്പോൾ അതാ ആ ഒരു ആകാശത്തെ ഒന്നാം ആകാശത്തെ കാക്കടെ എനിക്കത്തെ മലായിക്കത്ത് കേൾക്കണേ ആരായിട്ടിക്കണാണ് ജിബ്രീൽ. നിങ്ങളൊട്ടിക്ക് ആരായിട്ടിക്കടെ ഉള്ളത് ഇത് ഹബീബായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങായിട്ടിക്കടെ ഉള്ളത്. ബായിലെ ഓപ്പണാവടോ ഒന്നാം ആകാശത്തേക്ക് എത്തുമ്പോൾ ഒരാളെ കാണ്ട് അയാളെ ബലത്തെ ഭാഗത്ത് നോക്കിയിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടുണ്ടോ ഇടത്തെ ഭാഗത്ത് നോക്കിയിട്ട് പുൽപൊട്ടുകൊണ്ടുണ്ടെങ്കിൽ കേക്കട് ജിബ്രീലൊട്ടിക്ക് ആരായിട്ടിക്കടെ ഇതായിട്ടിക്കടെ അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാം നിങ്ങൾ എല്ലാവരും ബാപ്പായിട്ടില്ലേ ആദം നബി ആയിട്ടിക്കടെ അപ്പം അയാൾ എന്തുകൊണ്ട് ബലത്തെ ഭാഗത്ത് നോക്കി ചിരിക്കടോ ബലത്തെ ഭാഗത്തേക്ക് അയാളെ സ്വർഗത്ത് പോകേണ്ട മക്കളെ നോക്കിയിട്ട് അയാൾ ഖുഷിയാവിടും. ഇടത്തെ ഭാഗത്തേക്ക് അതാ നരകത്തേക്ക് പോകേണ്ട കിടക്കത്തെ മക്കളെ നോക്കിയിട്ട് അയാൾ ഇങ്ങനെ ബേജാറാവുന്നതായിട്ടിക്കടെ കാണുന്നത്.
അങ്ങനെ രണ്ടാമത്തെ ആകാശത്തേക്ക് പോണ്ട് അവിടെയുണ്ട് മഹാനായിട്ടുള്ള ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, യഹ്യാ നബി അലൈഹി സ്വലാം. മൂന്നാമത്തെ ആകാശത്തേക്ക് പോകുമ്പോഴത്തേക്കോ യൂസുഫ് നബി അലൈഹി സ്വലാം അവിടെ ഉണ്ട്. നാലാമത്തെ ആകാശത്തേക്ക് എത്തുമ്പോൾ ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ ഉണ്ട്. അഞ്ചാമത്തെ ആകാശത്തേക്ക് എത്തുമ്പോൾ ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ട്. ആറാമത്തെ ആകാശത്തേക്ക് എത്തുമ്പോൾ കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ ഉണ്ട്. ഏഴാം ആകാശത്തേക്ക് എത്തുമ്പോൾ ആ ബൈത്തുൽ മഅ്മൂറും ചൊല്ലി എനിക്കത്തെ പല്ലിര മുട്ട ഒരാളിങ്ങനെ നിന്നിട്ടുണ്ട്. അയാളെ ചുറ്റിലും മക്കങ്ങനെ കളിച്ചുകൊണ്ടുണ്ട്. ഇതായിട്ട് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിടയിൽ പലക്കവർ ആരായിട്ടിക്കട മക്കങ്ങ ചെറിയ വയസ്സിൽ മരിച്ചുപോയ എനിക്കത്തെ മക്കങ്ങായിട്ടിക്കടെ ആ മക്കങ്ങാണ്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ചൊന്നു കൊടുക്കടോ. ബൈത്തുൽ മഅ്മൂർ ചൊല്ലി എനിക്കത്തെ ആ ശ്രേഷ്ഠമായ പള്ളി കഅബത്തെ നേരെ മേലെ ഏഴാം ആകാശത്തിലുള്ള എനിക്കത്തൊരു പള്ളിയായിട്ടിക്കടെ ബൈത്തുൽ മൊയ്ൻ്റെ പ്രത്യേകത എന്തേലും ചൊന്നെങ്കിൽ ഓരോ നാളും 70,000 മലായിക്കത്തുൽ കിറാം ആ പള്ളിയിലൊക്കെ പോയിട്ട് നിസ്കരിക്കാറുണ്ടായിരിക്കും. പിന്നെ അങ്ങ് നിസ്കരിക്കുമല്ലോ, അവർക്ക് നിസ്കരിച്ച് പുറത്ത് വന്നെങ്കിൽ പിന്നെ അങ്ങ് നിസ്കരിക്കും. ആ ഒരു പള്ളിക്ക് പോയിട്ട് അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ 2 റക്അത്ത് നിസ്കരിക്കുന്നുണ്ടായിരിക്കട്ടെ. അവിടുത്തെ അർശും ലൗഹും കലമും എല്ലാം കാണ്ട് എന്നിട്ട് സിദ്റത്തുൽ മുൻതഹാത്ത് പോണ്ട്. സിദ്റത്തുൽ മുൻതഹ അതൊരു മരമായിട്ടിക്കടെ, അതൊരു പ്രകാശമുള്ള എനിക്കെത്തൊരു മരമായിട്ടിക്കടെ. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊല്ലും, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു, ഈ ഒരു മരത്തെ ഇലാൻ ചൊല്ലത് അതേ ഒരു ആണിയുടെ കാത് പോലെ ആയിട്ടിക്കടെ, അത്ര വിശാലമായിട്ടുള്ള കടിക്കത്തെ ഓരോ എരുടെ മേലും ഒരുപാട് മലായിക്കത്തുൽ കിറാമുള്ള കടിക്കത്തൊരു ജാഗ ആയിട്ടിക്കടെ. സിദ്റത്തുൽ മുൻതഹാൻ ചൊല്ല കടിക്കത്തൊരു ജാഗ. അവിടുത്തെ നേരെ ബഹ്റുൻ നൂർ അവിടെ എത്തുമ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ചൊല്ലി, ഇന്ന് നിനക്ക് പ്രവേശമില്ല. ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബക്കൽ ഖയ്യൂമ. ഇനി നിങ്ങൾ പോറ് പേടിക്കേണ്ട നബിയെ, ഇനി നിനക്ക് പ്രവേശമില്ല, നിങ്ങൾ പോറുവിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കടുത്തര് ആ ബഹറുൻ നൂറും കഴിഞ്ഞിട്ട് യജമാനനായ റബ്ബുടെ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണ്ടുണ്ടായിട്ടിക്കടെ. എന്തൊരു വലിയ നസീബായിട്ടിക്കടെ, എത്ര വലിയ സൗഭാഗ്യമായിട്ടിക്കടെ. ലോകത്ത് ഒരു നബിക്കും ഒരാളും കിട്ടാത്ത ഇടിക്കത്തെ ഒരു സൗഭാഗ്യമായിട്ടിക്കടെ ഈ ഒരു പടച്ച റബ്ബുടെ കാണ്ടത് ചൊല്ലല്ലേ. നാളെ സ്വർഗത്തുക്ക് നിങ്ങൾ എത്തിയെന്ന് കണ്ടെങ്കിൽ, സ്വർഗത്തുക്ക് ഒരാൾ എത്തിയെന്ന് കണ്ടെങ്കിൽ അയാളെ എല്ലാ ദുഃഖവും പോണ്ടുണ്ടായിട്ടില്ല. അയാൾ ദുനിയാവിൽ എത്ര കഷ്ടം വന്നിട്ടിരുന്നെങ്കിലും എത്ര നമ്പല തിന്നിട്ടുണ്ടെങ്കിലും സ്വർഗ കാണുമ്പോഴത്തേക്കോ എല്ലാം മറക്കിടണിക്കത്തൊരു ടൈം. അതേ ടൈമിൽ സ്വർഗത്തിൽ പടച്ച റബ്ബുടെ കാണുമ്പോൾ ആ ലിഖാഇടെ കാണുമ്പോഴത്തേക്കോ സ്വർഗത്തെ പോലും മറക്കുവാണ്ടായിട്ടിക്കടെ. അത്ര വലിയ കണിക്കത്തെ ഒരു സൗഭാഗ്യമായിട്ടിക്കടെ പടച്ച റബ്ബുടെ കാണ്ടേൻ ചൊല്ലത്. ആ റബ്ബുടെ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണ്ടേണ്ടായിട്ടിക്കടെ. ഈ ഒരു വിഷയം ചൊല്ലുമ്പോൾ റബ്ബ് അവിടെ ഉള്ളാണ്ട് അടുത്തൽ കാണണ്ടേ, റബ്ബുടെ കാണുക വേണായിട്ട് പഠിച്ച റബ്ബുക്ക് ജാഗിയും സ്ഥലവും സമയം ഇതേത് റബ്ബുകില്ല, പഠിച്ച റബ്ബുകില്ല, അത് നങ്കുള്ളതായിട്ടിക്കടെ. അപ്പം ആ ഒരു മര അവിടെ അള്ളാഹു തല നീക്കിയിട്ട് റബ്ബുടെ കാണുകയുള്ള എനിക്കത്തെ വലിയൊരു സൗഭാഗ്യം. ആ അള്ളാഹുടെ കണ്ട സമയത്ത് അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാ, എല്ലാ നന്മയും എല്ലാ നല്ലതും എല്ലാ നിസ്കാരവും എല്ലാ തഹിയ്യത്തും സ്വാഗതം റബ്ബേ നിക്കായിട്ടിക്കിടട്ടെ. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നിട്ടാകുമ്പോൾ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാത്തു. നബിയേ നിനക്കിതാ സലാമായിട്ടിക്കിടെ. അല്ലാഹു സുബ്ഹാനഹു വതആല ഹബീബായ മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സലാം ചൊല്ലുണ്ടായിട്ടിക്കിടെ. ആ സമയത്തിൽ ഇത്ര വലിയ നസീബ് സൗഭാഗ്യം കിട്ടിയ റബ്ബുടെ എതിരിൽ നിൽക്കുന്ന സമയത്തിൽ പോലും ഞങ്ങളെ മറന്നില്ല ഹബീബായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. ഞങ്ങളെ സലാമു അല്ലാഹുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു. അവിടെയും ഉമ്മത്തിരെ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറന്നില്ലാണ്ടായിട്ടിക്കടെ പടച്ച റബ്ബുമായിട്ടുള്ള മുനാജാത്ത് നടക്കടെ. നടന്നാൽ പിന്നെ അതാ ഞങ്ങൾക്കൊരു ഗിഫ്റ്റായിട്ട് അല്ലേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിസ്കാരം, 5 നേരത്തെ നിസ്കാരം യജമാനനായ റബ്ബ് കൊടുക്കണുണ്ടായിട്ട്. ആ ഒരു വലിയ നിസ്കാരാഞ്ജലി എനിക്കത്തെ ഗിഫ്റ്റ് കിട്ടി. എനിക്കത്തെ ഒരു ജാവും കൂടിയായിട്ടിക്കടെ ഈ ഒരു മിഅറാജിലെ ജാവും ചൊല്ലി നിസ്കാരത്തെ ഒരു വാർഷികം കൂടിയായിട്ടിക്കടെ. നിസ്കാരം ചൊല്ലത് ഒരു മുഅ്മിനായ മനുഷ്യരുടെ മിഅറാജായിട്ട് കാണണ്ടേ. ഞങ്ങൾ പഠിച്ച ഇങ്ങനെ കൈകെട്ടിട്ട് അത് ആ നിസ്കാരത്ത് കടക്കലോടുകൂടെ ഞങ്ങൾ റബ്ബുമായിട്ടുള്ള ഒരു മുനാജാത്തായിട്ട് നിസ്കാരം ചൊല്ലി അതൊരു മിഅറാജായിട്ടിക്കണേ. ഹബീബായ മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതെല്ലാം കണ്ടിട്ട് നിസ്കാരം ചൊല്ലി വലിയ ഗിഫ്റ്റ്
ഇട്ട് അതും എടുത്തോട്ട് അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ അതാ തിരിച്ചു വണ്ടിട്ടായിട്ടിക്കടെ ഇത് ജാവുടെ ചെറിയ ടൈമിലായിട്ടിക്കടെ ഈ എല്ലാ ഘട്ടനയും ഈ എല്ലാ സംഭവം നടക്കും. ഇതെങ്ങനെയായിട്ടിക്കടെ ഖാലിക്കായ റബ്ബ് യജമാനനായ റബ്ബ് എല്ലാം നിയന്ത്രിക്കണ റബ്ബ് തീരാത്തൊരു വിഷയമുണ്ട്. ആ ഒരു ചെറിയ സമയത്തിലായിട്ടിക്കടെ ഈ മിഅ്റാജ് ചൊല്ലണിക്കത്തെ ഈ ഒരു വലിയ ഘട്ടനക്ക് നടക്കുന്നത് ಇದಕ್ಕೆ ಸಾಕ್ಷಿಯಾವಡೆ ರಜಬ್ 27 ജാവായിട്ടിക്കടെ. അങ്ങനെ ഈ ഘട്ടങ്ങൾ നടന്നിട്ട് പിറ്റേന്നാല് അതാ മക്കത്തുള്ള ഖുറൈശികളൊട്ടിಗೆ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ചൊന്നിട്ടാകുമ്പോൾ അബൂജാഹിൽ തുടങ്ങിയ ആൾമാർ ഡൊങ്കിയാക്കുക തുടങ്ങിയ അങ്ങനെ കേട്ടാറ് ബൈത്തുൽ മുഖദ്ദസ്ക്ക് പോയിടമ, മസ്ജിദുൽ അഖ്സക്ക് പോയിടമ, അവിടെ എത്ര ഭായിലുണ്ട്, എത്ര കണ്ടിയുണ്ട്, ഇങ്ങനെ ഓരോന്ന് കേട്ടാ നബി തങ്ങ എല്ലാത്തും ജവാബ് ചൊന്നു. അങ്ങനെ ആയെങ്കും വിശ്വസിക്കില്ല നബി തങ്ങളെ ഡൊങ്കിയാക്കിയാർ. സിദ്ദീഖുൽ അക്ബർ മുട്ട പോയി ചൊന്നാർ, ഇതാ നീന് വലിയ വിശ്വസിക്കണിക്കത്ത മുഹമ്മദ് ഇന്നലെ ഒരു ചെറിയ ടൈമിൽ 1500 കിലോമീറ്റർ അപ്പുറമില്ല എനിക്കത്തെ മസ്ജിദുൽ അഖ്സ ബൈത്തുൽ മുഖദ്ദസ് പോയിട്ട് വന്നവരാ എന്തിനായിട്ടിക്കടെ നിക്ക് നമ്പമ ഇതല്ല എങ്ങനെ നീ നമ്പുറാൻ കേൾക്കുമ്പോൾ അപ്പായിട്ടിക്ക് സിദ്ദീഖുൽ അക്ബർ എൻ്റെ ഹബീബ് അങ്ങനത്തെ ചൊന്നിട്ടിന്തേണ് കണ്ടെങ്കിൽ ആമന്തുബി നാണ് വിശ്വസിച്ച നാണത് വാസ്തവമാക്കിയ നാണ് നമ്പിയാട്ടെ മഹാനായിട്ടുള്ള സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ചൊല്ലുണ്ടായിരിക്കടെ. ഈ ഒരു ഈമാനായിട്ടിക്കടെ നമുക്ക് വേണ്ടത് ഹബീബായ മുത്ത് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ വിഷയം ചൊല്ലുമ്പോഴത്തേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ വിഷയം ചൊല്ലുമ്പോഴത്തേക്കും അതെങ്ങനെയായിട്ടിക്കടി ഇതെങ്ങനെയായിട്ടിക്കടി എൻ്റെ പുതിയ കാലത്തിൽ അങ്ങനത്തെ മെൻറ്റാലിറ്റി അങ്ങ് ഉള്ളാർ. പക്ഷെ ആ സമയത്തിൽ നങ്ങാവണായ സിദ്ദീഖുൽ അക്ബർ ആയിട്ടിക്കടെ എൻ്റെ ഹബീബ് അങ്ങനെ ചൊന്നിട്ടിന്നെങ്കിൽ പിന്നെ ആ ഒരു വിശ്വാസത്തിക്ക് ചെറിയ ഒരു കലങ്ക പോലും ബഹലാൻ ചൊല്ലിക്കത്തെ ആ ദൃഢമായിട്ടുള്ള ആ നമ്പിക്ക ആ ഒരു ഈമാനായിട്ടിക്കടെ നിങ്ങൾക്ക് വേണായത്. അപ്പോൾ പരിശുദ്ധമായ എനിക്കത്തെ ഒരു ജാവായിട്ടിക്കടെ പരിശുദ്ധമായ റജബ് 27 മിഅ്റാജിലെ ജാവും ചൊല്ലത് ദുആക്ക് ഇജാബത്തുള്ള എനിക്കത്തൊരു ജാവായിട്ടിക്കടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ധാരാളം ഇബാദത്തെടുക്കുക അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങൾ നിസ്കാരത്തെ വിഷയത്തിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണമായി എനിക്കത്തെ ഒരു ടൈമും കൂടിയായിട്ടിക്കടെ. അല്ലാഹു സലാമത്തിലാക്കി തരട്ടെ, നിങ്ങൾ എല്ലാ കാര്യവും അല്ലാഹു റാഹത്തിലാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി